ആസിഫ് അലി പറയുന്നത് കേട്ടിട്ടുണ്ട്. ആസിഫ് അലിയുടെ അത് പിന്നെ തുടക്കകാലത്താണ് ഋതു സിനിമ റിലീസ് ചെയ്ത സമയത്ത് അതിൻ്റെ പ്രിവ്യൂ കാണാൻ തിയേറ്ററിൽ പോയപ്പോൾ സിനിമ തുടങ്ങി, പക്ഷേ ഗേറ്റൊക്കെ അടച്ചിട്ട് എനിക്ക് കോഴിക്കോടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അതിൻ്റെ പ്രിവ്യൂ നടന്നിരുന്നത്. അന്ന് സെക്യൂരിറ്റി ആസിഫ് അലിനെ അകത്തോട്ട് കിടത്തി വിട്ടില്ല. ആസിഫ് അലി ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് പോലും കിടത്തി വിട്ടില്ല എന്നാണ് പറയുന്നത്. ഇതേപോലെ തന്നെ ആസിഫ് അലി എന്നെ പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ ഒരു ലൊക്കേഷൻ ഷൂട്ട് കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് വേറെ വിടുന്നതാണ്, വേറെ ഏതോ ഒരു ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് കൊച്ചിയിലെ വീട്ടിലോട്ട് വരുന്ന വഴിക്ക് പെട്രോൾ അടിക്കാൻ വേണ്ടി ഒരു കാറിൽ പമ്പിൽ കയറി കഴിഞ്ഞപ്പോൾ പെട്രോൾ അടിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് പേഴ്സും കാര്യങ്ങളൊന്നും കയ്യിലില്ല. അപ്പോൾ അത് പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് ഏതോ ഒരു മലയാളിയൊന്നും അല്ല, അത് വേറെ ബംഗാളിയോ അങ്ങനെ ഹിന്ദി, ഏതൊരു നോർത്ത് ഇന്ത്യൻ ആണ് അവിടുത്തെ ആ ഒരു പെട്രോൾ പമ്പിലെ സ്റ്റാഫ്. അപ്പോൾ അദ്ദേഹത്തിന് ആസിഫ് അലിനെ ഒന്നും അറിയില്ല. ഏത് ആസിഫ് അലി? അദ്ദേഹം പറഞ്ഞു കാശടയ്ക്കണം എന്ന് പറഞ്ഞു. ആസിഫ് അലി എങ്ങനെയൊക്കെയോ എൻ്റെ പിന്നെ ഈ QR കോഡും കാര്യങ്ങളൊക്കെ വൈഫിന് അയച്ചു കൊടുത്തിട്ട് അങ്ങനെയാണ്. അപ്പോൾ ആസിഫ് അലി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാനും ടെക്നിക്കലി അത്ര അപ്ഡേറ്റഡ് ഒന്നും അല്ലാത്തതുകൊണ്ടും എനിക്ക് എൻ്റെ അടുത്ത് അന്ന് ഗൂഗിൾ പേയും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. അപ്പോൾ വൈഫാണ് പിന്നെ ചെയ്ത് കൊടുത്തത്. അപ്പോൾ പറഞ്ഞു വന്ന ആ സെക്യൂരിറ്റിക്കും അന്ന് പൈസ അടച്ചിട്ട് പോയാൽ മതി എന്ന രീതിയിലാണ് അദ്ദേഹം നിന്നത്. ഏറെ അദ്ദേഹത്തിനൊന്നും ആസിഫ് അലിനെ അറിയില്ല. അപ്പോൾ ഇതേപോലെ പല സെലിബ്രിറ്റീസ് അവർ പറയാറുണ്ട്, അവർക്ക് ആരും അറിയാത്ത സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അവർക്ക് വളരെയധികം അവർ എൻജോയ് ചെയ്യാറുണ്ട്. മേജർ രവി ഇതേപോലെ മോഹൻലാലിനെ കുറിച്ച് ഈ അടുത്തും ഇതേപോലെ കാശ്മീർ അവിടെ ഷൂട്ടിന് പോയി കഴിഞ്ഞപ്പോൾ ഇവർ ഇറങ്ങി നടന്നു. മലയാളികളോ അല്ലെങ്കിൽ അവർ വളരെ സാധാരണക്കാർ അവിടുത്തെ ലോക്കൽസ് മാത്രം താമസിക്കുന്ന ഒരു ഏരിയയിലൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആർക്കും മോഹൻലാലിനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ മോഹൻലാൽ സുഖമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അത് കഴിഞ്ഞിട്ട് മേജർ രവി നോക്കുമ്പോൾ മോഹൻലാലിനെ കാണാനില്ല. നോക്കുമ്പോൾ മോഹൻലാൽ ഒരു ബസ്സിൽ കയറിയിട്ട് അവിടെ നിന്ന് ഈ പറഞ്ഞൊരു ബസ്സിലെ കിളീനെ പോലെ അവിടെ ആ ഫുട്ബോളിൽ നിന്ന് അവിടെ നിന്ന് ബഹളം വെച്ച് കൂക്കുവിളിയും കാര്യങ്ങളൊക്കെയാണ്. എന്നിട്ട് മോഹൻലാൽ പറഞ്ഞു എന്നാണ് പറഞ്ഞത്, ഞാനൊന്നും എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം നമുക്കറിയാം എവിടെ പോയി കഴിഞ്ഞാൽ ആൾക്കാർ കൂടുന്നതൊക്കെയാണ്. അപ്പോൾ സെലിബ്രിറ്റീസും അവരുടെ ഒരു പ്രൈവറ്റ് ലൈഫ് അല്ലെങ്കിൽ അവരാരും തിരിച്ചറിയാത്ത ചില സ്ഥലങ്ങളിൽ ചെല്ലുകയും അതുപോലെ നടക്കുക, സാധാരണക്കാരെ പോലെ നടക്കുക എന്ന് പറയുന്നതും അവരും വളരെയധികം എൻജോയ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്.